നമ്മളിപ്പം നടക്ക ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വഴിയാണ്. വലതുവശത്ത് നമുക്ക് വില്ലേജ് ഓഫീസൊക്കെ കാണാം. വില്ലേജ് ഓഫീസൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ICD ഭാരത് വരുന്ന നമ്മൾ ICDയുടെ ഒരു ക്യാമ്പസാണ് ഇടത് സൈഡിൽ വരുന്നത്. എത്തിയില്ല, നമുക്ക് കാണാം. ICD കൊല്ലം ഒരു ക്യാമ്പസാണ് നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്നത്. ഈ മതിൽക്കെട്ട് ICDയുടെ ക്യാമ്പസാണ്. ഇവിടെ കൺവെൻഷൻ എന്തൊക്കെ വരുന്നുണ്ട്, പുതിയ എന്തോ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്നത് നമ്മുടെ NHന്റെ ഭാഗമായിട്ടുള്ള വികസനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ നടക്കൽ എങ്ങനെ ഭാഗവത്താവുന്നു എന്ന് കാണിക്കാനാണ്. നിങ്ങൾ പറയുക അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അവരവരെ മൈൻഡിൽ വെച്ച് ചിന്തിച്ച് പറയുക. ഇപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇടതും വലതും ഒക്കെ റബ്ബർ കാടുകളും ഇടത് സൈഡിൽ ചെറിയൊരു നല്ല താഴ്ചയാണ്. ഈ സൈഡൊക്കെ സ്പീഡ് മാക്സിമം കുറച്ച് പോവുക, കാരണം നല്ല വളവുകളാണ്. ഇടവും വലവും വളവുണ്ട്. ഉണ്ടാകുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. വലതുവശത്ത് ഇടതുവശത്തൊക്കെ എന്നിവ കാണാൻ കഴിയും. NHന് വേണ്ടി മണ്ണെടുത്തതാണ്. ഈ പ്രദേശത്ത് പുതിയ ആളതാമസം കുറവാണ്. നമുക്ക് കാണാൻ ഈ ഇടത് സൈഡിൽ ഒരു പള്ളിയുണ്ട്. അപ്പോൾ പള്ളി കഴിയുമ്പോഴേതാണ്ട നമ്മൾ ഈ പേരപ്പോൾ കാണുന്നുണ്ട ഇവിടെ ഭീമാകാര വലിയ രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട്. ഒരു 10-40 സെൻറ്റിൽ ഫുള്ള് മണ്ണെടുത്ത് മലയെല്ലാം ഇടിച്ച് ആണ് NHന് വേണ്ടി കൊണ്ടുപോയേക്കുന്നത്. എനിക്കൊന്ന് ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇവിടെ വീടിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ മണ്ണെടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് പള്ളി, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അടുത്തല പള്ളി എത്തി. അടുത്തല പള്ളി കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ നേരെ കാണും. ഇത് ക്യാമറ എത്രത്തോളം ഇതല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമുക്ക് നേരെ കാണുന്ന ഒരു കുന്നിൻ്റെ പകുതി ഇടിച്ച് മാറ്റിയേക്കുന്നതാണ്. ചുരുൾമലയിലൊക്കെ അതിങ്ങനെ ആയിരിക്കാം ദുരന്തമൊക്കെ വന്നത്. എന്താ ഏതോ അപ്പോൾ കണ്ട കാര്യം നിങ്ങളാണ്. ഇതുവഴി സാധാരണ ഇതുവഴി കൊട്ടാരക്കരോട്ടൊന്നും പോകാത്ത ആൾക്കാരൊന്നും ഇതുവഴിയൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ സ്കൂളൊക്കെ കഴിയുമ്പോഴേ നമുക്ക് നേരെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അവിടെ മലയെല്ലാം ഇടിച്ച് മാറ്റിയാണ്. മാത്രമല്ല നമുക്ക് ഈ അടുത്ത ഒരു 1.5 കൊല്ലത്തിനകത്ത് ഇവിടെ ഈ നമ്മൾ എപ്പോഴും പാസ് ചെയ്താലും മയിലിനെ കാണാൻ പറ്റും കേട്ടോ. മയിലിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ റോഡിലുണ്ട്. പൊതുവേ മറ്റേ ഇതായിട്ടൊക്കെ ജിയോളജിയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ പ്രകൃതിയായിട്ടൊക്കെ പഠനമൊക്കെ നടത്തുന്ന ആൾക്കാർ പറയുന്നത്, മീൻസ് ഇവരുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മയിലിൻ്റെ സാന്നിധ്യം കൂടുതൽ വരുമ്പോഴത്തേക്ക് ഉള്ളത് ഈ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണെന്ന് പറയുന്നത്. കൂടുതൽ ശാസ്ത്രവശമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ട വലതുവശത്ത് കണ്ട വലതുവശം മണ്ണൊക്കെ ഇടിച്ച് മലയൊക്കെ ഇടിച്ച് ക്യാമറ തിരിക്കാനും പറ്റത്തില്ല. ഫിക്സ് ചെയ്ത് വണ്ടിക്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഫിക്സ് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇന്നത്തെ പരിപാടി നടക്കൂല. അതുകൊണ്ട് ഇങ്ങനെ പോണ വഴിയിൽ ഓണാക്കി വെച്ച് ഞാൻ മാത്രമേ ഉള്ള വണ്ടിയിൽ. എനിക്ക് പിക്കപ്പാണ്, കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു പിക്കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പോണ വഴിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സൈഡിൽ നിന്നൊക്കെ ആവശ്യം പോലെ ഇവിടെ ഇട സൈഡിൽ ക്രഷറാണ്, പേരെനിക്കറിയത്തില്ല. ഇവിടെ നിന്നുണ്ട് വലതുവശത്ത് നിന്നൊക്കെ മണ്ണെടുത്ത് ഇടിച്ച് ഒരു പരുവായിട്ടുണ്ട്. ആ കുന്നിൻ്റെ ഒരു കാൽഭാഗം, ഇവിടുത്തെ കുന്നിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ ഇടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മയിലിൻ്റെ കാര്യമാണ് കേട്ടോ. മയിലെന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ നമ്മളെപ്പോഴും പോലും കാണാം. ഇന്ന് അറിയാൻ ഇന്ന് കണ്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. ഈ ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും 1-2-3 മയിലോ ചിലപ്പോൾ ഒരു 6-7 എണ്ണമൊക്കെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ജലാംശം, മണ്ണിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ജലാംശം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇനി എങ്ങോട്ട് വരൾച്ചയൊക്കെ വരുന്ന എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് അറിയത്തില്ല, വരൾച്ചയാണോ എന്താണെന്ന് അറിയാൻ. പക്ഷേ മയിലിൻ്റെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. മയിൽ പീലി വിടർത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഇവിടെ മിക്കപ്പോഴും ഉണ്ട്. ഇവിടെ ഇടത് സൈഡിൽ ഒരു വീടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇവിടെ എപ്പോഴും നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നിർത്തി ക്യാമറ തിരിച്ച് ഫോക്കസ് ചെയ്ത് നോക്കാനുള്ള സമയം ഇല്ലാത്തതിനാലാണ് നമ്മളിങ്ങനെ പറഞ്ഞങ്ങ് പോകണത്. അതുപോലെ ഇവിടെ കൂടുതലും റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ്, റബ്ബറിൻ്റെ പരിപാടിയിലുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ആളതാമസം കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡും നല്ല റോഡാണ്. ഇതുവഴി കയറി പോകാനായിട്ട് റോഡും നല്ലതാണ്. മെയിനായിട്ട് നമ്മളിപ്പം NHൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ ഇതുവഴി കയറി പോകണം. മറ്റേ NH വഴിയൊക്കെ പോകത്തേ ഉള്ളായിരുന്നു. പക്ഷേ ശരി പോകാനായിട്ട് നമ്മൾ NH വഴിയാണ് വെക്കൊണ്ടിരുന്നത്. ഈ റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പം അത് ഭയങ്കര ദുരിതമാണ്. സമയത്ത് എത്തത്തില്ല. സമയത്ത് ഭയങ്കര ഒരു റോഡ് ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി പോകണം. എനിക്ക് രാത്രി 12 മണിക്കാണ് അവിടെ നിന്ന് എടുക്കാനുള്ളത്. ഫോണിലേക്ക് വേറെ സ്ഥലത്തൂടെ കയറാനുണ്ട്. അതിന് നേരത്തെ അല്ല, കറക്റ്റ് ടൈമിങ് തന്നെ. അവിടെ കയറി എത്തുമ്പോഴത്തേക്ക് പിക്കപ്പിനുള്ള സമയമാവും. അവിടെ ചെന്ന് ഫ്രഷായിട്ട് രാവിലെ ഒരു
കുറച്ച് നേരം കിടന്ന് ഞാൻ ഉറങ്ങി. കാരണം രാത്രി തിരിച്ച് നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരാനുള്ളതായതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. BS-ന് വിടാം. BS-ൻ്റെ അഞ്ചലുകളൊക്കെ അർപ്പിച്ചുകൊണ്ട് ബോർഡൊക്കെ ഇവിടെ ഒരു പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. കോൺക്രീറ്റിൻ്റെ ബസ് സ്റ്റാൻഡായിരുന്നു. അതിപ്പം കാലക്രമേണ നാശത്തിലായിരുന്നാൽ അതിപ്പം പുതുക്കി പണിയാനായിട്ട് പുതിയ ഫണ്ടിൽ ചെറിയ പണിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പൈപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. പോവുകയാണ്. ഈ റോഡൊക്കെ കൊള്ളാം കേട്ടോ. ഈ റോഡൊക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ വലിയ തിരക്കുമില്ല. ചിലപ്പോൾ അറിയാൻ പറ്റുന്ന തിരക്കുള്ള ഈ സൈഡൊക്കെ തിരക്ക് കുറവാണ്. ഡ്രൈവ് ചെയ്ത് പോകാം. ഒരു മീഡിയം സ്പീഡിൽ 40-50 റേഞ്ചിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ഒരു സ്പീഡൊക്കെ വേണ്ട, ഒരു രസത്തിൽ താളത്തിലങ്ങ് പോവാം. പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണല്ലോ പോകുന്നത്. ഇട സൈഡിലൂടെ വയലാണ് കേട്ടോ. വയലേലകളൊക്കെയാണ്. നല്ല രസമാണ്. ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് വീലുകൊണ്ട് ഉൾപ്പാട് വരും. അതിലൂടെ കുറേ കൃഷിയൊക്കെ ഉണ്ടാകും. ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വാഴ കൃഷിയും പിന്നെ ചീനി കൃഷിയൊക്കെ ഉണ്ട്. അടുത്തത് ഇവിടെ ഒരു കുരിശടി ഉണ്ട് അടുത്തതിൽ. ഇവിടെ കുറേയൊക്കെ ഈ വലതുവശത്ത് വയലിലുള്ള കൃഷിയൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇവിടെ നിന്ന് ഇടതുണ്ട്. ചെങ്കുളം എത്തി. ചെങ്കുളത്ത് നിന്ന് ഇടത് പൂയപ്പള്ളി കൊട്ടാരക്കര നാട് ഉപാസന. അവന് ഉപാസനയുടെ ബസ്സാണ്. കുറേ ബസ്സുണ്ട് കേട്ടോ ഉപാസന നമ്മളിവിടെയൊക്കെ. നല്ല തിരക്കില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുന്നുണ്ട്. സമയം 3 മണിയാവും. ഫുൾ ടൈമൊക്കെ ആവാറായി. ഫുൾ ടൈം ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സിൻ്റെ തിരക്കും എല്ലാം അവിടെ കാണുമല്ലോ. ഞാൻ പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇതുവഴി കൊട്ടാരക്കര അമ്പലത്തിൽ വന്നിട്ടുള്ളപ്പോഴത്തേക്ക് അച്ചാച്ചൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൽ ഇതിൻ്റെ ചെറിയ ഒരു 10 വയസ്സിനകത്തുള്ള 6-7 വയസ്സിനകത്തുള്ള ഒരു ഓർമ്മയാണ്. ഇവിടെ ഇട സൈഡിൽ ഒരു കുളം കാണാം കേട്ടാ. മരുതമൺ തവളയില്ല കുളം എന്നുണ്ട് പറഞ്ഞൊരു കുളമുണ്ട്. ഈ ഇട സൈഡിലെ കുളമാണ്. ഇവിടെ തവള ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ എന്തോ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ചരിത്രം എന്തോ കഥ പണ്ട എന്തോ മാഷിരി അങ്ങനെ എന്തോ കഥകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് മറന്നുപോയി. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി. ഇപ്പം അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തവളയില്ല കുളം എന്തുകൊണ്ടുള്ള തവളയില്ലെന്ന്. എല്ലാ കുളത്തിലും തവളയുണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ തവളയില്ല കുളം ഉണ്ടായിരുന്നു. എവിടെയെന്നറിയോ? പണ്ട് നമ്മുടെ ചെറുതിലേക്ക് അനീറ്റ്സിലേക്ക് ചെറുതിലെ മറ്റേ പകൽപൂരം സിനിമയ്ക്കകത്ത് തവളയില്ല കുളമോ അതാ തവള ശബ്ദിക്കാത്ത കുളമെന്നും പറഞ്ഞ് ഒരു കുളം ഉണ്ടല്ലേ. ആ കുളത്തിൽ തവളേനെ പിടിച്ചോണ്ട് യക്ഷയെ കാണാൻ അതൊക്കെ ഇവിടെ ഈ ഇട സൈഡിൽ ഒരു വണ്ടിക്കടയിൽ പോകണം. ഭയങ്കര രസം കേട്ടോ. പഴയ രീതിയിൽ വണ്ടിക്കടയും. എനിക്ക് ഒരു ഹോട്ട്സിലെ ഡീലറുടെ ഓഫീസൊക്കെ ഉണ്ടാണ്. ഓപ്പോസിറ്റ് വലിയൊരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കട തടിയിലടിച്ചൊരു കടയുണ്ട്. ആ കട ഭയങ്കര രസമാണ്. പണ്ട് അതായത് നമ്മുടെയൊക്കെ ചെറുതിൽ നമ്മൾ ഈ 10 പൈസക്ക് മുട്ടായൊക്കെ നാരങ്ങ മുട്ടായൊക്കെ വാങ്ങിക്കാൻ നമ്മൾ അടുത്തൊരു പെട്ടിക്കട കാണുമല്ലേ, ആ രീതിയിൽ. അങ്ങനെയല്ലേ അവർ കാശിറക്കി ചെയ്തൊക്കെയാണ്. തടി അടിച്ചാലും നല്ല ഫർണിഷൊക്കെ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളി തടിയിൽ ചെയ്തിട്ടുണ്ട് 2 പെട്ടിക്കട. ഇങ്ങനെ അവരെ മെയിൻ ഓഫീസോ അങ്ങനെ എന്തൊക്കെ ആണ് അതിനകത്ത്. നോർമലി നമുക്ക് സാധനങ്ങളൊന്നും ഇല്ല അതിനകത്ത്. എന്നല്ലേ പറയാനുള്ളത്. KL 24U 2555 എന്നാൽ വളവിൽ കൊണ്ടുവച്ച് തന്നെ വളച്ചങ്ങെടുത്ത് എന്തൊരു പറയാൻ. ഇത് ഇപ്പം ഏതെങ്കിലും ഫ്രീക്ക് പയ്യന്മാർ പറന്നു വന്നിരുന്നെങ്കിൽ അണ്ണൻ്റെ കിടുതാപ്പി എല്ലാടെ ഇടിച്ചങ്ങ് അകത്ത് കയറ്റി എക്സ്പ്രസ് വരെ കിടുതാപ്പി എല്ലാടെ അകത്തിരുന്നേനെ. എന്നിട്ട് പറയാം ഈ ആ കൊച്ചു പയ്യന്മാർ അവന്മാർ പാഞ്ഞ് പണിച്ച് വന്ന് എന്നിട്ട് എൻ്റെ വണ്ടി കൊണ്ട് കയറി എന്ന് പറയും. ഏതാ മുതുക്ക് കൂത്താട്ട് പോകണമെന്ന് നോക്കട്ടെ. എന്തായാലും
സാറ് ആണ് വണ്ടി ഇടുക. സാറിങ്ങനെ ഭയങ്കര സ്റ്റഡി ആയിട്ടൊക്കെ ഇരുന്ന് ഓടിക്കുന്നത്, എനിക്കെല്ലാം അറിയാവുന്ന രീതിയിൽ. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വളവിൽ കൊണ്ടുവച്ച് കയറ്റി തരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ദേഷ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോയി തീർന്നു. ശ്രദ്ധിക്കാൻ എടുത്ത് നമ്മളായാലും ചിലപ്പോൾ എടുത്തു. നമ്മൾ അപ്പുറം ദേഷ്യം വരുമ്പോൾ അതൊക്കെ പറയുമല്ലേ, പറയണമല്ലേ, നോർമൽ മനുഷ്യനാകുമ്പോൾ അതൊക്കെ പറയുമല്ലോ. വെളി വേറെ കാണാൻ ഒറ്റയ്ക്ക് ഒരുത്ത കാണുന്നത് എന്തിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ബ്ലൂടൂത്തൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട്, ഫോണിലാണെന്ന് വിചാരിക്കും. നമുക്ക് വേറെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടിക്കകത്ത്. കൺമണി എന്തോട് കാതലൻ KL 24E7104 സ്വരാജ് മസ്ത ലിമിറ്റഡ് സ്കൂൾ ബസ്സൊക്കെ ഇറങ്ങി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങടത്ത് 3:30 ആയി. ബസ്സൊക്കെ ഇറങ്ങി തുടങ്ങി. ഫസ്റ്റ് ട്രിപ്പായിരിക്കും സ്കൂൾ ബസ്സിൻ്റെ. 2:45 അവരെടുക്കുമല്ലോ. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര നേരോട്ട്, കൊല്ലം ഇടത്തോട്ട്, അമ്പലക്കുന്ന് വലത്തോട്ട്. നമുക്ക് നേരെ പോയത് കൊട്ടാരക്കര പോയാൽ കൊട്ടാരക്കര വഴിയിൽ നമ്മൾ പോകണം. കൊട്ടാരക്കര അമ്പലക്കുന്നിലോട്ടാണ് നമ്മൾ സ്കൂൾ വണ്ടി പോകുന്നത്. ഇവിടെ മുമ്പ് സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിഗ്നലൊക്കെ ഇപ്പോൾ ഉറക്കമായി. മാത്രമല്ല ഇവിടെ നല്ല കട്ടറാണ്. അങ്ങനെ വണ്ടി ചവിട്ടി എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. റോഡിൽ എന്നിട്ട് മൈദാവ് കിടക്കുന്ന ഇൻസാനാണെന്ന് ഇൻസാനോടൊന്ന് വണ്ടി പോയതാണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് ആട്ടോ ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ട് കേട്ടോ. ഇലക്ട്രിക് ആട്ടോ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഇലക്ട്രിക് ആണല്ലോ എല്ലാവരും പുതിയ. നമ്മുടെ ഈ റൂട്ടിൽ ചെയിൻ സർവീസ് ഉണ്ട് കേട്ടോ ഒരുപാട്. കൊട്ടാരക്കര പാരിപ്പള്ളി റൂട്ടിൽ ഒരുപാട് ചെയിൻ സർവീസ് ഉണ്ട്. ഇപ്പം കുറേയൊക്കെ കുറഞ്ഞു. ഇപ്പം പ്രൈവറ്റും ഇല്ല, ചെയിനും ഇല്ലാത്ത അവസ്ഥയാണ്. ആര് കാതൽ കാതൽ കൊട്ടാരക്കര, നെടുമൺകാവ്, ആയൂർ. നമ്മുടെ ഈ ജംഗ്ഷനിൽ നിന്ന്, അതായത് വെളിയം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട്, നെടുമൺകാവ് വലത്തോട്ട്. ഇവിടെയാണ് നമ്മളെ വെളിയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് ഒരു കുറച്ച് പോകുമ്പോഴത്തേക്കാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നല്ല വലിയ അമ്പലമാണ്. നമ്മുടെ സ്ത്രീകൾ പൂജിക്കുന്ന എന്ന് പറയത്തില്ലേ, അവിടെ ഒരു അമ്മയാണ് പൂജാരി. അവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മയാണ്. ശ്രീകോവിലിൽ കയറി പൂജിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നടക്കാൻ നമ്മുടെ വീടിനടുത്ത് പണ്ട് ഒരു അമ്മ പൂജിക്കുന്ന പൂജാരിയായിരുന്നു. അത് ക്ഷേത്രത്തിലെ മെയിൻ കാർമ്മികത്വം അല്ലെങ്കിൽ മെയിൻ രക്ഷാധികാരിയായിരുന്നു എന്നറിയാൻ വയ്യ. ഒരു അമ്മ ഉണ്ടായിരുന്നു. മരിച്ചു പോയി. ഇപ്പം അമ്പലത്തിൻ്റെ പേര് പുത്തങ്കുളത്തായിരുന്നു. സുബ്രഹ്മണ്യ ക്ഷേത്രം. ഞാൻ മറന്നു പോയി അമ്പലത്തിൻ്റെ പേര്. തലക്കുളം. അമ്മയുടെ അനിയത്തി, അമ്മാമ്മയുടെ അനിയത്തിയെ വിടാൻ അടുത്താണ്. ഡീസൽ അടിച്ചിട്ടടി. ആ ഡീസൽ അടിച്ചപ്പോൾ MC റോഡിൽ കയറി അടിക്കാം. അല്ലേ നല്ലത്. ഹാഫ് ടാങ്കിന് മുകളിൽ ഡീസൽ കിടപ്പുണ്ട്. MC റോഡ് അറിയണമെങ്കിൽ നമുക്ക് MC റോഡ് കയറുന്ന ഈ റോഡ് എല്ലാം വെച്ച് വളവും തിരിവും കൂടുതലാണ് കേട്ടോ. കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ കണക്കില്ല വെങ്കിടിയിലൊന്ന് ഇറങ്ങി കയറായിരുന്നാൽ മതി. ഒരു മിനിമം സ്പീഡിൽ നമുക്ക് പോകും. മിനിമം അല്ല, മീഡിയം. മിനിമം അല്ല, മാക്സിമം അല്ല, ഒരു ആവറേജ് സ്പീഡിൽ നമുക്ക് പോകാം. മുമ്പ് ഈ റൂട്ടിൽ പമ്പുകൾ വളരെ കുറവായിരുന്നു കേട്ടോ. ഒരു 3-4 വർഷം മുന്നേ പമ്പുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഒരു 3 കിലോമീറ്റർ ചുറ്റും ആ ഒരു ഗ്യാപ്പിൽ പുതിയ പമ്പുകളൊക്കെ വന്നു. ഇപ്പോൾ നമുക്ക് വലതുവശത്ത് ഒരു പമ്പ് കാണാൻ പറ്റും. HP ബോർഡ് കാണുന്നുണ്ട് ഇവിടെ. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പമ്പ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കുഴിമന്തി നല്ല ബോർഡ് ഉണ്ട്. അവിടെ ഞാൻ മുമ്പ് ഒന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കറിയാൻ വയ്യ. ഇനി വന്ന് ആർക്കും കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ചീത്തൊന്നും പിടിക്കാൻ പറ്റരുത്. മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കഴിച്ചിട്ട് കുറേ നാളായി. മുമ്പ് എനിക്ക് അതുവഴി പോയപ്പോഴത്തേക്ക് പ്രശ്നം കിളി പറഞ്ഞുകൊണ്ട് അവിടെ കയറി കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഒരു കൊല്ലം ആകുമ്പോൾ സൂപ്പർ ഫുഡായിരുന്നു. ഇനി നമ്മുടെ പരുത്തിയിലെത്താറായി.
പരുത്തിയറയിൽ നമുക്ക് പരുത്തിയറ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ മുകളിലൂടെ പോകണം, അക്യുറേറ്റ് കനാലിൻ്റെ അക്യുറേറ്റ് ഇങ്ങനെ പോകണം. റിസോർട്ടാണ് ചില സമയങ്ങളിലൊക്കെ നമുക്കത് അക്യുറേറ്റ് നിറഞ്ഞ് ശിവാഗ്നിക തടി കയറ്റിക്കൊണ്ട് പോകട്ടെ പെരുമ്പോലോട്ട് ലോഡാണ് അങ്ങനെ പോകണമെങ്കിൽ കാണാൻ ലോഡ് ആണ്ട് അക്യുറേറ്റ് നേരെ കാണുന്നുണ്ടോ ഈ അക്യുറേറ്റ്. അടുത്ത ഉപാസന വരുന്നത് എന്തോ വണ്ടി എല്ലാവരും വണ്ടിയിലെ കയറിൻ്റെ കണക്കാന്ന് കേട്ടാ. എല്ലാം ഒരു റൂട്ടിലുള്ള ഒരു റൂട്ടിൽ തന്നെ വർക്കല റൂട്ട് ഉണ്ട്. പാരിപ്പള്ളി പരവൂരിന് ഉപാസനയ്ക്ക് വണ്ടിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ പാരിപ്പള്ളി പരവൂരുണ്ട്, ബാക്കി എല്ലാ റൂട്ടും അത് പാസ് ചെയ്ത് പോകണ്ടല്ലോ. ഷട്ടിൽ വണ്ടികളൊന്നും ഇല്ലെന്നും ഉപാസനയ്ക്ക് പാരിപ്പള്ളി ഒരു ഷട്ടിൽ വണ്ടിയൊന്നുമില്ലെന്നും. ചിലപ്പോൾ എടുക്കാം നമ്മൾ ഈ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറെ വണ്ടി വാങ്ങിക്കാനുള്ള പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കാം എന്തോ ഏതോ. പക്ഷേ വണ്ടി ഒരുപാടുണ്ട് കേട്ടോ ഉപാസനയ്ക്ക്. ഉപാസന എന്തോ ഒരു കമ്പനി എങ്ങോട്ടാണ് ഉപാസന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാക്കിലൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. എന്തോ ലിമിറ്റഡ് കമ്പനി കൊണ്ടാണ്. ലിമിറ്റഡ് കമ്പനി ആയാലും എന്തായാലും ലിമിറ്റഡ് കമ്പനി ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സ്റ്റാഫുകൾക്ക് ESI കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പരിചയം കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നമ്മൾ. ആ ഫോണിന് ചാർജ് ഇല്ല കേട്ടോ, ഫോണെ കുത്തിയിരട്ടെ. ഓക്കെ, ബാക്കി പിന്നെ കാണിക്കാം.